നമസ്കാരം. ഞാൻ ഡോക്ടർ സജിത, കൺസൾട്ടൻറ്റ് ഒബ്സ്ട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ്, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ്. ഹിസ്റ്ററക്ടമി അല്ലെങ്കിൽ ഗർഭാശയം നീക്കം ചെയ്യുന്ന ഓപ്പറേഷനെ കുറിച്ചാണ്. ഗർഭാശയം നീക്കുന്ന ഓപ്പറേഷൻ പലതരത്തിൽ ചെയ്യാം. ഓപ്പൺ സർജറി, ഓപ്പൺ ഹിസ്റ്ററക്ടമി ചെയ്യാം, വജൈനൽ ഹിസ്റ്ററക്ടമി ചെയ്യാം, കീഹോൾ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് ഹിസ്റ്ററക്ടമി, റോബോട്ടിക് സർജറി, ഇവയെല്ലാം ഈ രീതികളിലെല്ലാം ഇത് ചെയ്യാം. എന്തിനാണ് ഹിസ്റ്ററക്ടമി ചെയ്യുന്നത്? പല കാരണങ്ങളാൽ ഗർഭപാത്രം സംബന്ധിക്കുന്ന ബ്ലീഡിംഗ് പ്രശ്നങ്ങൾ, ഫൈബ്രോയിഡ്സ്, അഡിനോമയോസിസ് തുടങ്ങി അണ്ഡാശയത്തിലെ ട്യൂമറുകൾ, ക്യാൻസറുകൾ, ട്യൂബിലെ ക്യാൻസേഴ്സ്, കൂടാതെ ലോവർ ജെനൈറ്റൽ ട്രാക്റ്റിൻ്റെ എല്ലാ മാലിഗ്നൻസിക്കും ഹിസ്റ്ററക്ടമി ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. ഇത് കൂടാതെ ഗർഭപാത്രത്തിനോ ബ്ലാഡറിനോ ബലക്കുറവ് വരുമ്പോൾ കൂടി നമ്മൾ ഗർഭപാത്രം നീക്കം ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ടോക്കിൽ പറയാൻ പോകുന്നത് ഹിസ്റ്ററക്ടമിയുടെ റേറ്റ് കൂടുന്നുണ്ടോ എന്നുള്ളതാണ്. പണ്ടത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് ഗർഭാശയം നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ കൂടുതലാണ്. സമൂഹത്തിൽ എന്തുകൊണ്ടായിരിക്കാം അത് കൂടുന്നത്? പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഒട്ടാകെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഇന്ത്യയുടെ റേറ്റ് എന്ന് പറയുന്നത് വികസിത രാജ്യങ്ങളായ അമേരിക്കയോ യൂറോപ്പിനേക്കാളും കുറവാണ്. എന്നിരുന്നാലും ഇന്ത്യയിലും ഹിസ്റ്ററക്ടമിയുടെ റേറ്റ് കൂടുതൽ തന്നെയാണ്. അതിൽ തന്നെ ചില സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ അത് കൂടുതലാണ്. ഗ്രാമപ്രദേശത്ത് അത് കൂടുതലാണ്. തൊഴിൽ രഹിതരിൽ, അതായത് ഒരു തൊഴിൽ അന്വേഷിക്കുന്ന ഒരാളിൽ ഹിസ്റ്ററക്ടമി റേറ്റ് കൂടുതലാണ്. വിദ്യാഭ്യാസ യോഗ്യത കുറവുള്ളവരിൽ അത് കൂടുതലാണ്. അങ്ങനെ കുറച്ച് പഠനത്തിൽ കുറച്ച് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഹയർ സെൻറ്റേഴ്സ്, വലിയ ഹോസ്പിറ്റലുള്ള ജില്ലകളിലാണ് പൊതുവെ ഹിസ്റ്ററക്ടമിയുടെ റേറ്റ് കൂടിക്കണ്ടിരുന്നത്. കേരളത്തിലെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു റേറ്റ് പറയുന്നത് 3 to 5%, 3 തൊട്ട് 5% എന്നാണ് കേരളത്തിലെ ഒരു സാഹചര്യം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത് തന്നെ കേരളത്തിൽ കൂടുതലും നഗരത്തിലാണ് ഹിസ്റ്ററക്ടമിയുടെ എണ്ണം കൂടുതലെന്നാണ് കാണുന്നത്. അപ്പോൾ എന്തായിരിക്കാം ഇപ്പോൾ ഗർഭാശയം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയകൾ കൂടാനുള്ള കാരണം? ഒന്ന്, രോഗികൾ രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ ആശുപത്രിയെ സമീപിക്കുന്നത് പഴയത് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. ഏതെങ്കിലും തരത്തിലുള്ള ബ്ലീഡിംഗ് പ്രശ്നങ്ങൾ, വയറിലുള്ള വേദനകളോ ചെറിയ ലക്ഷണങ്ങൾക്ക് പോലും അവർ ആശുപത്രിയെ ഇപ്പോൾ സമീപിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ മുൻകൂട്ടി നമ്മൾ കണ്ടുപിടിക്കുന്നു. ടെസ്റ്റുകൾക്ക് അവർ റെഡിയാണ്. അതുകൊണ്ട് ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ഡയഗ്നോസിസിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ്റെ എണ്ണവും കൂടുന്നത്. ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് കീഹോൾ സർജറി, ലാപ്രോസ്കോപ്പിക് സർജറി ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഡിസ്ചാർജ് ആവും, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോകാം. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള വേദന വളരെ കുറവാണ്. പെട്ടെന്ന് ജോലിക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ഓപ്പറേഷൻ റെഡിയാവാനുള്ള ഒരു മനസ്സും ഇപ്പോൾ പേഷ്യൻസിന് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററക്ടമിയുടെ റേറ്റും കൂടിയെന്ന് നമുക്ക് പറയാം. കൂടാതെ ക്യാൻസർ സർജറിയിലുള്ള ആ ഒരു വളർച്ച പണ്ടത്തെ നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. കൂടാതെ ഇപ്പോൾ ഓങ്കോ സർജറീസ് വളരെ വിപുലമായി തന്നെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. അണ്ഡാശയത്തിൻ്റെയോ അണ്ഡവാഹിനിക്കുഴലിൻ്റെ, ഗർഭപാത്രത്തിൻ്റെ, ഗർഭാശയ മുഖത്തിൻ്റെയൊക്കെ ക്യാൻസർ സർജറികൾ വളരെ കൂടുതലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആയതിനാൽ ഹിസ്റ്ററക്ടമിയുടെ റേറ്റും പണ്ടത്തെ നോക്കിയാൽ കൂടുതലാണ്. ഇത് കൂടാതെ ഏതെങ്കിലും ഡോക്ടർ ആവശ്യമില്ലാതെ ഒരു ഹിസ്റ്ററക്ടമി ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി തന്നെ ഒരു ഓഡിറ്റിംഗ് സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെയും പ്രൈവറ്റ് ഹോസ്പിറ്റലിലെയും ഡോക്ടർമാർക്കിടയിൽ നിന്ന് വിവരം അവർ ശേഖരിക്കുന്നുണ്ട്. ഒരു ഹിസ്റ്ററക്ടമി എന്തിന് ചെയ്തു, മെഡിസിൻ കൊടുത്ത് പരാജയപ്പെട്ടിട്ട് തന്നെയാണോ ആ ഹിസ്റ്ററക്ടമി ചെയ്തത് തുടങ്ങിയ പല വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. ആയതിനാൽ നമുക്ക് പറയാനുള്ളത്, ആവശ്യമില്ലാണ്ട് ഒരു ഹിസ്റ്ററക്ടമി നമ്മുടെ സംസ്ഥാനത്ത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്.